ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഒന്ന് ലൈക്കും ചെയ്തോ. അപ്പോൾ അത് ഞങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കുമല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഫുഡൊക്കെ പാഴ്സൽ മേടിക്കാറുണ്ടല്ലേ, കണ്ടെയ്നറിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളത് ചിലപ്പോൾ വണ്ടിയിലിരുന്ന് കഴിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കഴിക്കും. ഈ പുറത്തൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് നമ്മൾ ആ ഫുഡ് വേസ്റ്റ്, ആ കണ്ടെയ്നർ അങ്ങനെ തന്നെ നമ്മൾ റോഡ് സൈഡിലാണ് വലിച്ചെറിയുന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യരുത്. കാരണം ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് പറക്കാൻ വരുന്നവർ ആ ഫുഡ് വേസ്റ്റ് ചിലപ്പോൾ അവർ കാണുന്നത്, അല്ലെങ്കിൽ ആ ബോക്സ് കാണുന്നത് ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോഴത്തെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഫുഡിൻ്റെ വേസ്റ്റായത് ഇരുന്ന് ഒരു ജാതി മണം വന്ന്, ചിലപ്പോൾ പുഴു വന്ന്. പക്ഷെ അത് അവരുടെ ജീവിത മാർഗമായിട്ട് അവർ ആ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പെറുക്കുന്ന ജോലി അവരവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എന്ത് കഷ്ടമാണ് ചെയ്യുന്നത് അല്ലേ. അതിൽ ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അവരത് കൈകൊണ്ട് തന്നെ കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം അത് ആ ബോക്സ് അവർക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വലിച്ചെറിയുന്നവരെ, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന, ഫുഡ് വേസ്റ്റ് ചെയ്തിട്ട് ആ കണ്ടെയ്നറുകൾ വേസ്റ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ ഫുഡ് വേസ്റ്റായിട്ട് റോഡ് സൈഡിൽ കളയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർ കഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോലെ തന്നെ സഹജീവികൾ തന്നെയാണ് അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരും. നമ്മൾ വലിയ ആൾക്കാരായിട്ട് വലിച്ചെറിയുക, ഫുഡിൻ്റെ വേസ്റ്റ് വലിച്ചെറിയുന്നു. പക്ഷെ അത് പെറുക്കാനും അതൊരു ജോലിയായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചെറുതായിട്ടൊന്ന് സഹകരിക്കണം, നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഹരിതകർമ്മസേന ചേച്ചിമാർ വരും. അപ്പോൾ ഇത്തിരി വൃത്തിയിലാണ് നമ്മൾ കഴുകി കൊടുക്കുന്നതൊക്കെ. അതല്ലാതെ റോഡ് സൈഡിൽ വലിച്ചെറിയുന്ന ഈ ഫുഡ് വേസ്റ്റിൻ്റെയും ഈ കണ്ടെയ്നറിൻ്റെയും ഒരവസ്ഥ, പറക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ ഭയങ്കര സങ്കടം. ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടു. അത് കാരണം അതാണ് പറയുന്നത്, കൺമുമ്പിൽ കണ്ടു. അതിൽ ഭയങ്കര മണം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും അവരതൊരു വടി കൊണ്ടെടുത്ത് കളഞ്ഞിട്ടാണ് ആ കണ്ടെയ്നർ അവരുടെ പ്ലാസ്റ്റിക് ചാക്കിൽ ഇടുന്നത്. ഭയങ്കര വിഷമവും സങ്കടവും തോന്നി. അതുകൊണ്ട് പറയാം, ഇനിയെങ്കിലും ഇങ്ങനെ വലിച്ചെറിയുന്ന സ്വഭാവം നിർത്തിയിട്ട് വേസ്റ്റ് ബിന്നുകൾ ഉണ്ടായിരിക്കാം, അതിലിടാം നമുക്ക്. അല്ലെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി എടുത്ത് ഹരിതകർമ്മസേന ചേച്ചിമാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാം. എന്തെങ്കിലും ചെയ്യാം, വലിച്ചെറിയൽ നിർത്ത്. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ തോട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.